ഹലോ നമസ്കാരം സൈയാർട്സ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ സർക്കിൾ ലോഗോ അനിമേഷനാണ്. അത് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് നോക്കാം നമുക്ക് ആദ്യം. അതിനുശേഷം നമുക്കതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ഞാനത് പ്ലേ ചെയ്യാണ്. ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു സിമ്പിൾ ലോഗോ സർക്കിൾ അനിമേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്താൽ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ജസ്റ്റ് നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് കടക്കാം. പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് മെയിൻ പേര് കൊടുക്കുന്നു, മെയിൻ കോമ്പോസിഷൻ. ഓക്കെ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഒരു പുതിയ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് BG എന്ന പേര് കൊടുക്കുന്നു. ജസ്റ്റ് കളറ് ജസ്റ്റ് ഈ കളർ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുകയാണ്. ഓക്കെ, 20, 24, 42. ഓക്കെ, BG എന്ന പേര് കൊടുക്കുന്നു. ഓക്കെ, കൊടുത്തതിന് ശേഷം നമ്മുടെ മെനു ടൂൾ ബാറിൽ പോയതിന് ശേഷം എലിപ്സ് ടൂൾ എടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക. എലിപ്സ് ടൂൾ വന്നതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫിൽ കളർ ആയിരിക്കണം, സ്ട്രോ കളർ പാടില്ല. ഫിൽ കളർ ആക്കിയതിന് ശേഷം വേണം നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്കിത് ഓവൽ ഷേപ്പിലായിരിക്കും നമുക്ക് ഈ സർക്കിൾ ഇവിടെ വന്ന് കിടക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് കറക്റ്റ് സർക്കിളാക്കാൻ വേണ്ടി എളുപ്പം ഒരു ടിപ്പാണ്. എലിപ്സിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് എലിപ്സ് പാത്ത് എടുക്കുക. പാത്ത് എടുക്കുമ്പോൾ അവിടെ സൈസ് നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ തന്നെയാണ് നമുക്ക് അത് സ്കെയിലാവുന്നത്. അപ്പോൾ അതിന് തൊട്ടിപ്പുറത്ത് നമുക്ക് ലോക്ക് കൺസ്ട്രെയിൻ പ്രോപ്പർട്ടീസ് ലോക്ക് ഓപ്ഷനുണ്ട്. അവിടെ ആൾട്ട് പ്രസ് ചെയ്ത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായി നമുക്കത് കറക്റ്റ് സർക്കിളായിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ ജസ്റ്റ് 600 കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് സർക്കിൾ നമുക്ക് അറിയാൻ പറ്റും. ഇനി അത് സെലക്ട് ചെയ്തതിന് ശേഷം എസ് അടിക്കുക. സ്കെയില് ജസ്റ്റ് സ്കെയിൽ അടിച്ചിട്ട് ഞാൻ മാക്സിമം ഒരു 270 സ്കെയിലിൽ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം നമ്മുടെ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റിൽ പോയിട്ട് ഫില്ലെടുത്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഇടുന്നു, നമ്മുടെ സർക്കിളിലേക്ക് ഇടുന്നു. എന്നിട്ട് ഐ ഡ്രോപ്പർ എടുത്തിട്ട് കളറിലെ ഐ ഡ്രോപ്പർ എടുത്തതിന് ശേഷം ആ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത കളർ അതേ കളർ തന്നെ പിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കത് രണ്ടും സെയിം കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമുക്കൊരു എഫക്ട്സോട് കൊടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി ഷേപ്പ് ലെയറിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ലെയർ സ്റ്റൈലിൽ ഇന്നർ ഷാഡോ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കത് അവിടെ എഡ്ജ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഇന്നർ ഷാഡോയുടെ ഓപ്ഷനിൽ പോയതിന് ശേഷം അവിടെ സൈസ് ഒരു 120, 150 കൊടുക്കുക. അതിനുശേഷം ഡിസ്റ്റൻസ് ഒരു 100 കൊടുക്കുക. 100 കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഒരു സൈസ് ഒരു 200 കൊടുക്കുക. ഓക്കെ, കൊടുത്തതിന് ശേഷം നോയ്സ് ഒരു 2 അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ലെയറിൽ പോയിട്ട് വീണ്ടും ലെയർ സ്റ്റൈൽ എന്ത് കൊടുക്കുക, ബിവൽ ആൻഡ് എംബസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കത് അവിടെ ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ടോ എഡ്ജിൽ. അപ്പോൾ നമുക്കതിനെ നമുക്ക് ഏത് സൈഡിലേക്ക് കൊണ്ടുവരണം, അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടി അതിൻ്റെ ആംഗിൾ ഒന്ന് അറേഞ്ച് ചെയ്യുക. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ പോയിട്ട് ഇവിടെ അതിൻ്റെ സൈസ് 0.1 കൊടുക്കുന്നു. ജസ്റ്റ് കളർ ഞാൻ ജസ്റ്റ് ഒരു ലൈറ്റ് വൈറ്റ്, ഓക്കെ, ഒരു ഗ്രേ കലർന്ന കളർ കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് ആ ഒരു ഷെയ്ഡായിട്ട് ചേർന്നൊരു സർക്കിൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഷേപ്പ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് സ്കെയിൽ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അകത്തേക്ക് നമുക്ക് സ്കെയിൽ ചെയ്യാം. ഓക്കെ, വീണ്ടും Ctrl+D ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. സ്കെയില് ജസ്റ്റ് ഒന്നുകൂടെ സ്കെയിൽ ചെയ്യുക. വീണ്ടും Ctrl+D സ്കെയില് ഒന്നും കൂടെ സ്കെയിൽ ചെയ്യുക. വീണ്ടും Ctrl+D സ്കെയില് ഒന്നുകൂടെ അകത്തേക്ക് സ്കെയിൽ ചെയ്യാം. ഓക്കെ, നമ്മളുടെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷേപ്പിനെല്ലാം നമുക്ക് സ്കെയിൽ ആക്റ്റീവ് ആക്കിയിട്ട് കീ കൊടുക്കുക. കീ ഫ്രെയിം കൊടുത്തതിന് ശേഷം 1 സെക്കൻഡ് കൊടുത്തതിന് ശേഷം 0 വാല്യൂ കൊടുക്കുക. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രെയിം 0, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി ആദ്യം കിടന്ന ഹോൾഡിംഗ് ഫ്രെയിം ഉണ്ടല്ലോ അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അനിമേഷൻ നടക്കുന്നത് ഇതേപോലെയാണ്, കണ്ടോ. ഇനി നമുക്ക് ഇവിടെ ഓരോ ലെയറും ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അനിമേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ അനിമേഷനാണ് വന്നേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ലോഗോ വേണം. നമുക്കൊരു ടെക്സ്റ്റ് തൊട്ട് താഴെ ബാക്കിൽ അതിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ലോഗോ നമുക്ക് വേണം. ജസ്റ്റ് ഞാൻ ലോഗോ ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, ലോഗോ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ ലോഗോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു.
ഇവിടെ അതിൻ്റെ സൈസ് ഒരു 600 150 ഓക്കെ കൊടുക്കുന്നു. ഇത് ഇത്രയാണ്. നമുക്ക് ലോഗോ എടുത്ത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ജസ്റ്റ് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി മെയിൻ കോമ്പോസിഷനിൽ വന്നതിന് ശേഷം ആ ലോഗോ എന്ന് പറഞ്ഞ കോമ്പോസിഷൻ ഡ്രാഗ് ചെയ്ത് എവിടേക്ക് ഇടുക? നമ്മുടെ മെയിൻ കോമ്പോസിഷനിലേക്ക് ഇടുക. എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ജസ്റ്റ് ഞാനിവിടെ ഫില്ല് എടുത്തിട്ട് ഏതിലേക്ക് കൊടുക്കുക? ഈ ലോഗോയ്ക്കകത്തേക്ക് ഫില്ല് കൊടുക്കുക. ജസ്റ്റ് വൈറ്റ് കളർ കൊടുക്കുക. ഓക്കെ. ഇനി ഷേപ്പ് ലെയർ, തൊട്ട് താഴത്തെ ഷേപ്പ് ലെയർ ഉണ്ടല്ലോ, അത് ഡ്യൂപ്ലിക്കേറ്റ് ഇടുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് ഇടുക. അതിന് റീനെയിം മാറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ കളർ, നമ്മുടെ ഫില്ലിൻ്റെ കളറ് വൈറ്റ് ആക്കുക. വൈറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ ജസ്റ്റ് നമ്മുടെ ലോഗോ ലെയർ സെലക്ട് ചെയ്യുക. ഇവിടെ ലൂമ മാറ്റ് അപ്ലൈ ചെയ്യുക. ലൂമ മാറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സൈയാർട്സ് അകത്തേക്ക് ഇടുമ്പോഴത്തേക്ക് അതിനകത്തൂടെ പോകുന്നത് കണ്ടോ, അത് മാറ്റായി കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ലോഗോ സെലക്ട് ചെയ്തിട്ട് പൊസിഷൻ എടുത്തിട്ട് ഹോൾഡിംഗ് കീ ഫ്രെയിം കൊടുക്കുക. സ്റ്റാർട്ടിംഗ് കീ ഫ്രെയിമിൽ വന്നിട്ട് താഴോട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ എനിക്ക് ആനിമേഷൻ നടക്കുമ്പോഴത്തേക്ക് ഓക്കെ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ. നമുക്ക് ആ സ്കെയിലിൽ ലോഗോ ഒന്നുകൂടെ സ്കെയിൽ ചെയ്യാം. ഓക്കെ. ഓക്കെ. ഇനി ഒന്നുകൂടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. 0 അടിച്ചാൽ മതി. ഓക്കെ. ഈ ലെയറുകളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് സ്ക്വയർ ബ്രാക്കറ്റ്, ക്ലോസിങ് സ്ക്വയർ ബ്രാക്കറ്റ് അടിക്കുക. അടിച്ചതിന് ശേഷം പ്രീ കോംബോ അടിക്കുക. പ്രീ കോംബോ ചെയ്തതിന് ശേഷം പ്രോജക്റ്റിൽ പോയിട്ട് ആ പ്രീ കോമ്പിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ്, അത് ഡ്രാഗ് ചെയ്ത് വിടുക. ഓക്കെ. അപ്പോൾ അടുത്തത് ഓപ്പണായി വരും. കണ്ടോ? ഇത്രയേ ഉള്ളൂ ഇതിലെ ഈ ആനിമേഷൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ഒരു മെത്തേഡാണ്. ഈ ആനിമേഷൻസ് മനസ്സിലായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള ചെറിയ ചെറിയ ആനിമേഷൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.